ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റായ രഞ്ജി ട്രോഫി കേരള ക്രിക്കറ്റ് ടീം ഇത്തവണ കിരീടം ലക്ഷ്യമിട്ടുള്ള തങ്ങളുടെ യാത്രയ്ക്ക് തകർപ്പൻ തുടക്കം കുറിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രക്കെതിരായ നിർണായക മത്സരത്തിൽ ടോസ് നേടിയ ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത കേരളത്തിന്റെ പേസ് ബൗളർമാർ മഹാരാഷ്ട്ര ബാറ്റിംഗ് നിരയെ അക്ഷരാർത്ഥത്തിൽ നിലയുറപ്പിക്കാൻ അനുവദിച്ചില്ല. മത്സരത്തിന്റെ ആദ്യ സെക്ഷൻ തന്നെ കേരളത്തിന്റെ ആധിപത്യം വ്യക്തമാക്കുന്നതായിരുന്നു. മഹാരാഷ്ട്രയുടെ ടോപ്പ് ഓർഡറിലെ 4 ബാറ്റർമാരെയാണ് ഒരു റണ്ണ് പോലും നേടാതെ 0-ന് പുറത്താക്കിയത്. ഈ പ്രകടനം കേരള ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നതോടൊപ്പം രഞ്ജി ട്രോഫി കിരീടമെന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ ഏകുന്നതാണ്. മഹാരാഷ്ട്ര നിലയിലെ പ്രധാനപ്പെട്ട 4 ബാറ്റർമാർ 0-ന് പുറത്തായപ്പോൾ കേരള പേസർമാരുടെ കൃത്യതയാർന്ന പ്രഹരമാണ് ഗ്രൗണ്ടിൽ ദൃശ്യമായത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രമുഖ താരങ്ങളായ ഓപ്പണർ പൃഥ്വി ഷാ, യുവതാരം അർഷിൻ കുൽക്കർണി, 1 ഡൗണായെത്തിയ സിദ്ധേഷ് വീർ, ടീമിന്റെ നായകനായ അങ്കിത് ഭാവ്നെ എന്നിവരാണ് റൺസുകൾ ഒന്നും എടുക്കാതെ കൂടാരം കയറിയത്. പൃഥ്വി ഷായെയും സിദ്ധേഷ് വീറിനെയും മനോഹരമായ പന്തുകളിലൂടെ മടക്കി അയച്ചത് കേരളത്തിന്റെ സീനിയർ പേസർ MD നിതീഷാണ്. അതേസമയം അർഷിൻ കുൽക്കർണിയെയും ക്യാപ്റ്റൻ അങ്കിത് ഭാവ്നെയും പുറത്താക്കി പ്രഹരം കടുപ്പിച്ചത് യുവ പേസർ NP ബേസിലുമായിരുന്നു. മഹാരാഷ്ട്ര ഇന്നിംഗ്സിലെ ആദ്യ 6 ഓവറുകൾ പിന്നിടുമ്പോൾ തന്നെ സ്കോർ ബോർഡ് 4 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 5 റൺസ് എന്ന ദയനീയ നിലയിലായിരുന്നു. ഈ 5 റൺസും ബൗളർമാരുടെ പിഴവുകളിലൂടെ ലഭിച്ച എക്സ്ട്രാസ് വഴിയാണ് മഹാരാഷ്ട്രക്ക് ലഭിച്ചത് എന്നും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയുടെ പ്രധാന ബാറ്റിംഗ് പ്രതീക്ഷകളായ ഋതുരാജ് ഗെയ്ക്വാദും സൗരഭ് നാവലെയും റൺസ് ഒന്നും എടുക്കാതെ ക്രീസിൽ നിലയുറപ്പിക്കാൻ പാടുപെടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഈ ദയനീയ തുടക്കം മഹാരാഷ്ട്രൻ ടീമിന് വലിയ സമ്മർദ്ദമാണ് നൽകുന്നത്. ടോസ് നേടിയ കേരള ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ മറുപടിയില്ലാതെ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഗ്രൗണ്ടിൽ നല്ല ഈർപ്പമുണ്ടെന്നും ആദ്യ സെക്ഷനിലെ ബൗളിങ്ങിന് അനുകൂലമായ സാഹചര്യം മുതലെടുക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്യാപ്റ്റന്റെ ഈ തന്ത്രപരമായ നീക്കം ഉടനടി തന്നെ ഫലം കണ്ടു. നിതീഷിന്റെയും ബേസിലിന്റെയും കൃത്യതയാർന്ന പ്രകടനത്തിലൂടെ ആദ്യ ഓവറുകളിൽ തന്നെ മഹാരാഷ്ട്രയുടെ മുൻനിരയെ തകർത്തെറിയാൻ കേരളത്തിന് സാധിച്ചു. കേരളത്തിന്റെ പ്ലേയിങ് 11 മുൻ സീസണുകളിൽ നിന്നും ചില മാറ്റങ്ങളോടെയാണ് കളത്തിലിറങ്ങിയത്. ടീമിലെ ശ്രദ്ധേയ സാന്നിധ്യമായ സഞ്ജു സാംസൺ പ്ലേയിങ് 11-ലുണ്ട്. അദ്ദേഹം 1 ഡൗൺ സ്ഥാനത്ത് ബാറ്റിങ്ങിന് ഇറങ്ങുമെന്നാണ് സൂചന. രോഹൻ കുന്നുമലും അക്ഷയ് ചന്ദ്രനുമാണ് ഓപ്പണർമാരായി ഇറങ്ങുന്നത്. മധ്യനിരയിൽ മുഹമ്മദ് അസറുദ്ദീൻ 4-ാം സ്ഥാനത്തും ബാബ അപരാജിത് 5-ാം സ്ഥാനത്തും ഇറങ്ങുമ്പോൾ പരിചയസമ്പന്നനായ സച്ചിൻ ബേബിയാണ് അടുത്തതായി ബാറ്റിംഗിനെത്തുന്നത്. സൽമാൻ നിസാർ 6-ാം നമ്പറിൽ കളിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം 9 സീസണായി കേരളത്തിനായി കളിച്ചിരുന്ന ജലജ് സക്സേനയ്ക്ക് പകരമായി ടീമിലെത്തിയ അങ്കിത് ശർമ്മ 6-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുമെന്നതാണ്. ജലജ് സക്സേന ഈ മത്സരത്തിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്രയ്ക്കായി കളിക്കുന്നു എന്ന പ്രത്യേകതയും നിലനിൽക്കുന്നു. പേസ് നിരയെ നയിക്കാൻ നിതീഷിനും ബേസിലിനുമൊപ്പം യുവതാരം ഈഡർ ആപ്പിൾ ടോമും അണിനിരക്കും. ഈ പേസ് ത്രയം ആദ്യ സെക്ഷനിൽ തന്നെ തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റണ്ണറപ്പുകളായ അവർക്ക് തന്നെ കിരീടം നേടാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയുണ്ടിപ്പോൾ. അതിന് കരുത്തു പകരുന്നതാണ് സീസണിന്റെ തുടക്കത്തിലെ ഈ ആധികാരിക പ്രകടനം. ബാറ്റിംഗിലും ബൗളിംഗിലും ശക്തമായ ഒരു സംയോജനം ടീമിന് നൽകാൻ ഈ വർഷം സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് മികവും യുവതാരങ്ങളായ രോഹിത് കുന്നുമലും അക്ഷയ് ചന്ദ്രനും നൽകുന്ന മികച്ച തുടക്കവും മധ്യനിരയിൽ ബാബ അപരാജിനും സച്ചിൻ ബേബിയും നൽകുന്ന സ്ഥിരതയും കേരളത്തിന്റെ ഇന്നിംഗ്സുകൾക്ക് കരുത്തു പകരും. ഒപ്പം ജലജ് സക്സേനയ്ക്ക് പകരമെത്തിയ അങ്കിത് ശർമ്മയിൽ കേരളം വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നതും. മഹാരാഷ്ട്രൻ ടീമിലും പ്രമുഖ താരങ്ങളുണ്ട്. പൃഥ്വി ഷാ, ഋതുരാജ്, അങ്കിത് ഭാവ്നെ എന്നിവർ ടോപ്പ് ഓർഡറിലെ പ്രധാന ശക്തികളാണ്. എന്നാൽ ഈ മത്സരത്തിൽ ഇവർക്കൊന്നും ക്രീസിൽ നിലയുറപ്പിക്കാൻ സാധിക്കാത്തത് ടീമിന് കനത്ത തിരിച്ചടിയായി മാറി. കേരളത്തിനായി ഒരു കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ജലജ് സക്സേന ഇന്ന് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു എന്നത് മത്സരത്തിന് വൈകാരികമായ ഒരു മാനം നൽകുന്നുണ്ട്. ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഒരുപോലെ തിളങ്ങാൻ കഴിവുള്ള ജലജ് സക്സേനയുടെ പ്രകടനം മത്സരത്തിന്റെ ഗതിയിൽ നിർണായകമായേക്കാം. മത്സരത്തിന്റെ ആദ്യ ദിനം തന്നെ കേരള പേസർമാർ നൽകിയ ഈ മികച്ച തുടക്കം വരും ദിവസങ്ങളിൽ മത്സരം പൂർണ്ണമായും കേരളത്തിന്റെ നിയന്ത്രണത്തിലാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ബൗളിങ്ങിന് അനുകൂലമായ പിച്ചിൽ ബാറ്റിംഗ് ലൈനപ്പിൽ സംഭവിച്ച ഈ തകർച്ചയിൽ നിന്നും കരകയറി വരാൻ മഹാരാഷ്ട്രയ്ക്ക് ഏറെ കഷ്ടപ്പെടേണ്ടി വരും.
മുൻനിരയിലെ പ്രധാന വിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ട നിലയിൽ ഋതുരാജിന്റെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും മഹാരാഷ്ട്രയുടെ ഇനിയുള്ള ബാറ്റിംഗ് മുന്നേറ്റം. ഈ പ്രകടനത്തിലൂടെ രഞ്ജി ട്രോഫിയിൽ കേരള ക്രിക്കറ്റ് ടീം തങ്ങളുടെ കിരീട പ്രതീക്ഷകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. കൃത്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീനും അത് ഗ്രൗണ്ടിൽ നടപ്പിലാക്കിയ നിതീഷും ബേസിലുമാണ് നിലവിൽ ഈ മത്സരത്തിലെ താരങ്ങൾ. ഇനി ബാറ്റിംഗിനിറങ്ങുന്ന കേരള ടീം മികച്ച സ്കോർ നേടി മഹാരാഷ്ട്രയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആദ്യ സെക്ഷനിൽ ലഭിച്ച ഈ മികച്ച മേൽക്കൈ മുതലെടുത്ത് കേരളത്തിന് വിജയം ഉറപ്പിക്കാൻ സാധിക്കൂ.